الحمد لله رب العالمين. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും അവന്റെ വിധികൽപ്പനകൾ പാലിച്ചും യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട മറ്റെല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ
വെളിപ്പാടകലെ വന്നെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വളരെ പരിമിതമായ 1-2 ദിനങ്ങൾ മാത്രമാണ് റമദാനിലേക്ക് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ പുണ്യങ്ങളുടെ പൂക്കാലത്തെ വിളംബരം ചെയ്ത് നന്മകളുടെ വസന്തകാലത്തിന്റെ വരവറിയിച്ചു മലക്കുകൾ ആകാശലോകത്തു നിന്ന് നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് കടന്നു വരുവിൻ, തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പിന്തിരിഞ്ഞ് പോയിക്കൊള്ളുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു റമദാൻ പുലരി ഉണ്ടാകാൻ പോവുകയാണ്. കാരുണ്യവാനായ നാഥൻ നമ്മുടെ ആയുസ് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം അള്ളാഹുവിന്റെ കൈകളിലാണുള്ളത്. കാരുണ്യവാനായ നാഥൻ ഈ സന്ദർഭത്തിന്റെ ഗൗരവവും ചൈതന്യവും ഉൾക്കൊള്ളാൻ കഴിയും വിധം, അതിലെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും വിധം നമുക്കെല്ലാവർക്കും റമദാനിലേക്ക് ആയുസ്സും ആരോഗ്യവും ദീർഘിപ്പിച്ച് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ആയുസ്സിൽ ഒരു റമദാനിനെ കൂടി കൊള്ളാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആയുസ്സിൽ കഴിഞ്ഞുപോയ സന്ദർഭങ്ങളിലൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത പുണ്യങ്ങളൊക്കെയും വലിയ അനുഗ്രഹങ്ങളൊക്കെയും ഒരു റമദാൻ കൂടി ആയുസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള ജാഗ്രതയുണ്ടാകണം. ആ റമദാനിനെ വരവേൽക്കാനും ആ റമദാൻ കൊള്ളാനുമുള്ള കൊതിയുണ്ടാകണം, അതിയായ ആഗ്രഹമുണ്ടാകണം, വലിയ പ്രതീക്ഷകളുണ്ടാകണം. അതിനാവശ്യമായ സ്വഭാവത്തിൽ അള്ളാഹുവോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനകൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാകണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, ശഅബാനിൽ നിന്ന് അവശേഷിക്കുന്ന ദിനങ്ങൾ അതെത്രയാണെങ്കിലും ആ ദിനങ്ങളിൽ ഞങ്ങളുടെ മേൽ നീ നിന്റെ ബർക്കത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. വിശുദ്ധ റമളാനിലേക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ എത്തിച്ചേരാനുള്ള മഹാഭാഗ്യം നൽകി നാഥ ഞങ്ങളെ നീ തുണക്കേണമേ. ആ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നോമ്പും ഖുർആൻ പാരായണവും ഖുർആൻ ചിന്തയും ഖുർആൻ പഠനവും ഖിയാമുൽ ലൈലും അടക്കമുള്ള ധാരാളക്കണക്കായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണമേ. റമദാനെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ സംസാരിക്കേണ്ടത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാന് വേണ്ടി ഉള്ള നമ്മുടെ മുന്നൊരുക്കങ്ങൾ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന സന്ദർഭമാണിത്. വീടകങ്ങളിൽ നമ്മുടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ എന്തായാലും നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും വീടുകളിൽ റമദാനെ വരവേൽക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. ആ മുന്നൊരുക്കങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്ക് ഈ മാസത്തിൽ നോമ്പെടുക്കുക എന്നതിന് ചെയ്യേണ്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമ്പെടുത്തു തുടങ്ങാൻ അത്താഴം കഴിക്കലും നോമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുറക്കലുമാണ്. അപ്പൊ അതിനാവശ്യമായ ഭക്ഷ്യവിഭവങ്ങളുടെ ശേഖരണവും തയ്യാറാക്കി വെക്കലുമൊക്കെ വീടുകളിൽ വളരെ സജീവമായി നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് പൂർത്തീകരിക്കപ്പെടും. റമദാനെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഭൗതികമായ അർത്ഥത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട മുന്നൊരുക്കം തന്നെയാണ്. ആ മുന്നൊരുക്കം മാത്രം മതിയാവുകയില്ല. നമുക്ക് നമ്മുടെ ആയുസ്സിൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ കിട്ടിയേക്കാവുന്ന ഒരു റമദാനിനെ ഉപയോഗപ്പെടുത്താൻ. കാരണം റമദാൻ പുണ്യങ്ങളുടെയും നന്മകളുടെയും ഒക്കെ വലിയ ഒരു സീസണാണ്.
ആ സീസണിൽ നിന്ന് നമുക്ക് ആവശ്യമായ വിധത്തിൽ അല്ലെങ്കിൽ ആവോളം നമുക്ക് നേടിയെടുക്കാൻ ഉള്ള മുന്നൊരുക്കവും സന്നദ്ധതയും വ്യക്തിപരമായി നമ്മളിൽ ഓരോരുത്തരിലും നടക്കേണ്ടതാണ്. റമദാനിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നമുക്ക് കഴിഞ്ഞെങ്കിലാവട്ടെ എന്ന് കരുതി പ്രാധാന്യം കുറച്ച് കാണാവുന്ന, ഗൗരവം കുറച്ച് കാണാവുന്ന ഒരു സന്ദർഭമല്ല റമദാനിലേക്ക്. അപ്പൊ നമുക്ക് കിട്ടിയാലായി, സാധ്യമാവുന്നത്രയൊക്കെ ചെയ്യാം, ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്തു നോക്കിയിട്ട് കിട്ടുന്നതൊക്കെ കിട്ടി എന്ന് വളരെ സാധുവായി വിചാരിക്കാവുന്ന, അങ്ങനെ ഗൗരവം കുറച്ച് കാണാവുന്ന ഒരു സന്ദർഭമല്ല റമദാൻ എന്ന് പറയുന്നത്. മറിച്ച് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ വലിയ അല്ലാഹുവിന്റെ വലിയ കോപത്തിനും ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള ഒരു ശാപപ്രാർത്ഥനക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ പറച്ചിലിനും നമ്മൾ ഇരയാകും എന്ന ഗൗരവം ഇതിലുണ്ട്. മൻ അദ്റക റമളാന വലം യുഗ്ഫർ ലഹു, ആർക്കെങ്കിലും റമളാൻ കയ്യിൽ കിട്ടിയിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് റസൂൽ ഒരിക്കൽ മിമ്പറിലേക്ക് കയറിപ്പോകുന്ന വേളയിൽ റസൂലിന്റെ മുന്നിൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് ആ പ്രാർത്ഥന നടത്തിയിട്ടുള്ളത്. റസൂൽ 3 തവണ ഉറക്കെ ആമീൻ പറയുകയും സഹാബികൾ അതിന്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ റസൂൽ പറഞ്ഞതാണ്, എന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം 3 പ്രാർത്ഥനകൾ നടത്തി, ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണെന്ന്. ആ പ്രാർത്ഥനകളിൽ ഒന്ന്, മൻ അദ്റക റമളാന വലം യുഗ്ഫർ ലഹു, അങ്ങനെയുള്ളവൻ നശിച്ചു പോകട്ടെ. ഒരു റമളാനിനെ തന്റെ ആയുസ്സിൽ കയ്യിൽ കിട്ടിയിട്ടും ആ റമളാൻ ഉപയോഗപ്പെടുത്തി പാപങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കാത്തവൻ, തൗബ ചെയ്യാത്തവൻ, അങ്ങനെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നരകവിമോചനവും സ്വർഗപ്രാപ്തിയുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഉദാരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ മനുഷ്യരെ സ്വീകരിക്കുവാൻ, അള്ളാഹുവിന്റെ അടിമകളെ സ്വീകരിക്കുവാൻ സ്വർഗം അതിന്റെ സകല കവാടങ്ങളും തുറന്നിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ, അതിനോട് നരകം അതിന്റെ കവാടങ്ങളൊക്കെയും കൊട്ടിയടച്ച് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ ആകാശ ലോകത്തു നിന്ന് മാലാഖമാർ നന്മയാഗ്രഹിക്കുന്നവരോട് മുന്നോട്ട് കടന്നു വരാനും തിന്മയാഗ്രഹിക്കുന്നവരോട് പിൻവാങ്ങിപ്പോകാനും നിരന്തരമായി ആഹ്വാനം ചെയ്ത് ആരാധനാപരമായ ആത്മീയമായ അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാനുള്ള ഒരവസ്ഥ ഈ പ്രകൃതിയുടെ ഘടനയിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് പാപമോചനം ചോദിച്ചു വാങ്ങാൻ കഴിയാത്തവൻ, അങ്ങനെ തന്റെ പാപങ്ങൾക്ക് മോചനം നേടാത്തവൻ, അവൻ നശിച്ചു പോകട്ടെ എന്ന പ്രാർത്ഥന മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റേതാണ്. അതിന് ആമീൻ പറഞ്ഞിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് കിട്ടിയാലായി പോയാൽ പോട്ടെ എന്ന് വിചാരിക്കാവുന്ന സ്വഭാവത്തിൽ നമുക്ക് നിലപാടെടുക്കാവുന്ന, സമീപനം സ്വീകരിക്കാവുന്ന ഒരു സീസണോ ഒരു മാസമോ അതിലെ ദിനരാത്രങ്ങളോ അല്ല കടന്നു വരാനിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീയത്ത് വെക്കണം. അത് നോമ്പ് നോൽക്കാനുള്ള നീയത്ത് അല്ല, ഈ റമദാനിനെ എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവസാനമായി കടന്നു വരാനിരിക്കുന്ന പുണ്യങ്ങളുടെ വലിയ ഒരു പൂക്കാലത്തെ, നന്മകളുടെ ഒരു വലിയ വസന്തകാലത്തെ ഏറ്റവും ഫലപ്രദമായി അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാനുള്ള തീരുമാനം, അതിനുള്ള നീയത്ത് നമുക്ക് ഉണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. ആ നോമ്പനുഷ്ഠാനത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മുൻനിർത്തി ചില ഉത്ബോധനങ്ങൾ നമുക്ക് ഭൗതികമായ മുന്നൊരുക്കങ്ങളോടൊപ്പം റമദാനിന് വേണ്ടി അല്ലെങ്കിൽ നോമ്പനുഷ്ഠാനത്തിന് വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് മാനസികമായി ആത്മീയമായി ഉണ്ടാകേണ്ടി വരിക എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ
റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ ചില ആയത്തുകളുണ്ട്. പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ആയാത്തുസ്സൗം എന്ന പേര് വിളിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള ആയത്തുകൾ അത് റമദാനിനെ കുറിച്ച് ഉള്ള ആയത്തുകളാണ്. ആയാത്തുസ്സൗം എന്ന പേരിൽ പ്രത്യേകമായി പരിചയപ്പെടുത്തപ്പെടുന്ന ആയത്തുകളാണത്. ആ ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത് 183-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവനയും എന്ന പ്രഖ്യാപനവും നടത്തുകയാണ് ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ് നമുക്കെല്ലാം സുപരിചിതമായ നമ്മളിങ്ങനെ നിരന്തരം കേൾക്കാൻ പോകുന്ന ആ ആയത്ത് എന്ന് പറയുന്നത്. അതിലെന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം കുതിബ അലൈക്കുമുസ് സിയാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അതിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് പറയുക കൂടി ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ ആരാധനാ രീതിയൊന്നുമല്ല. കാലാകാലങ്ങളായി മനുഷ്യർ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ അവരവർ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളിലേക്ക് സാമീപ്യം നേടാൻ വേണ്ടി സ്വീകരിച്ചു പോരുന്ന ആത്മീയമായ സൽഫലങ്ങളുള്ള ഒരു കർമ്മമാണ്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് വ്രതാനുഷ്ഠാനം, നോമ്പ്, ഉപാസന എന്നൊക്കെ ഉപവാസം എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോ അത് ഒരു പുതിയ കാര്യമായിട്ടല്ല, മുൻകാലക്കാർക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ടത്. കാരണം ഈ രീതിയിലുള്ള ഒരു ആരാധനാ രീതി എന്ന് പറയുന്നത് തിന്നും കുടിച്ചും ഒക്കെ ഇങ്ങനെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി മനുഷ്യർ ജീവിക്കുന്നതിനിടക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യർക്ക് അങ്ങനെയൊരു ആരാധനാ രീതി ദൈവത്തിലേക്ക് ഭൗതികത മറന്ന് മനുഷ്യന്റെ ഭൗതികമായ താല്പര്യങ്ങളെയും ഭൗതികമായ ഉള്ളടക്കത്തെയും മറന്ന് മനുഷ്യനിൽ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കുന്ന അവന്റെ ആത്മാവിന്റെ മനുഷ്യനിൽ ഊതപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ആത്മാവിന്റെ താല്പര്യങ്ങളെ ഉയർത്തിക്കാട്ടുകയും അതിനെ പ്രോജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ അനിവാര്യമാണ് എന്ന സൂചനയാണ് അത് നൽകുന്നത്. അങ്ങനെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനെ കുറിച്ച് അള്ളാഹു ആഹ്വാനം നടത്തുമ്പോൾ ശ്രദ്ധേയമായ കാര്യം, ആ ആഹ്വാനം നടത്തുന്നതിന് മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിളിച്ചിട്ടുണ്ട്, ഒരു അഡ്രസ്സിംഗ് നടത്തിയിട്ടുണ്ട്. അത് യാ അയ്യുഹല്ലദീന ആമനു എന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് വിശ്വസിച്ച ആളുകൾക്കാണ്, ഈമാനുള്ളവർക്കാണ്. അതുകൊണ്ട് ഈമാനുള്ളവരെ, വിശ്വസിച്ചവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു അവർക്ക് നോമ്പ് നിർബന്ധമാക്കിയ കാര്യം പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രയോഗമനുസരിച്ച് നമ്മുടെ കർമ്മത്തിന്റെ ഏത് അമലുകളുടെയും അടിസ്ഥാനം, അതിന്റെ മുന്നുപാധി, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന അമലായി തീരാൻ, ഇബാദത്തായി തീരാനുള്ള മുന്നുപാധി ഈമാനാണ് എന്നത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ നിരന്തരമായി നമുക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ സവിശേഷമായി നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ മുൻപിൽ നോമ്പിന്റെ യഥാർത്ഥത്തിലുള്ള മുന്നുപാധി എന്ന് പറയുന്നത് വിശ്വാസികളാവുക. അതുകൊണ്ട് വിശ്വസിച്ചവരെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നോമ്പിന്റെ മുന്നുപാധി ഈമാനാണെന്ന ബോധ്യം നമുക്കുണ്ടാവുക. അപ്പൊ നമ്മൾ നോമ്പിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മാനസികവും ആത്മീയവുമായ മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് പരിശോധിക്കേണ്ടതും വല്ല പാളിച്ചകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ കാര്യമാണ്. ഈമാൻ പരിശോധനാ വിധേയമാക്കണം. നമ്മൾ ഭൂമിയിൽ കടന്നു വന്നിട്ടുള്ള വിശ്വാസികളുടെ തലമുറകളിലെ ആദ്യത്തെ തലമുറയൊന്നുമല്ല. നമുക്ക് മുമ്പ് വിശ്വാസികളായി കടന്നുപോയിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്താൽ ആ ലിസ്റ്റ് വളരെ വളരെ സുദീർഘമായ ലിസ്റ്റാണ്. അള്ളാഹു ഈ ഭൂമിയിലേക്ക് പടച്ചു വെച്ചിട്ടുള്ള ആദ്യത്തെ മനുഷ്യർ, ആദം
ആദമും ഹവ്വയും അവരിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിന്റെ 1,24,000-ലധികം വരുന്ന മഹാന്മാരായ അമ്പിയാക്കൾ, മുർസലുകൾ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അനുയായികളായ സഹാബെ കിറാം, അങ്ങനെ തുടർന്നിങ്ങോട്ട് വന്നാൽ നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ മനുഷ്യാരംഭം മുതൽ കടന്നുപോയിട്ടുള്ള വലിയ ഒരു സംഖ്യ, എണ്ണം വിശ്വാസികളുടെ പേര് ഉള്ളതായിരിക്കും വിശ്വാസികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോഴുള്ള ഒരു കാലത്ത് പേര് രേഖപ്പെട്ട് കിടക്കുന്നുണ്ടാകും എന്ന് നമുക്ക് അവകാശവാദമുള്ള, അങ്ങനെ സ്വയം വിചാരിക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ഈമാനുമായി, അതിൽ സവിശേഷമായി ഈമാനിന്റെ കാര്യത്തിലും അമലുകളുടെ കാര്യത്തിലും നമുക്ക് മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അവിടുത്തെ സഹാബെ കിറാമിന്റെ ഈമാനുമായി നമ്മുടെ ഈമാനിനെ, അവരുടെ ഈമാൻ ഏതർത്ഥത്തിലാണ് അവരിൽ ഉണ്ടായിരുന്നത്, അതേത് സ്വഭാവത്തിലാണ് അവരിൽ വർക്ക് ചെയ്തത്, അത് എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതത്തെ പ്രചോദിപ്പിച്ചത്, എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ആ ഈമാൻ ധീരമാക്കിയത്. ജീവിതത്തിന്റെ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ ഈമാൻ എങ്ങനെയാണ് ആ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും മറികടക്കാൻ അവരെ പ്രാപ്തരാക്കിയത് എന്ന കാര്യമൊക്കെ വ്യക്തിപരമായി ഒറ്റക്കാലോചിക്കുകയും ആ ഒരു പൊസിഷനിൽ അവരുടെ ആ ഒരു നിലവാരം വെച്ച് ഞാൻ എന്നെ അളക്കുമ്പോൾ ഞാൻ എവിടെയാണുള്ളത് എന്നതിന്റെ ആത്മപരിശോധന നടത്തുകയും അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് രണ്ടും തമ്മിലുള്ള ദൂരം നമ്മളിൽ അസ്വസ്ഥത പടർത്തുകയും ആ അസ്വസ്ഥതയിൽ നിന്ന് നമ്മുടെ ഈമാനിനെ പരിവർത്തിപ്പിക്കാനുള്ള, അതിനെ മെച്ചപ്പെടുത്താനുള്ള അധ്വാന പരിശ്രമങ്ങളിൽ, ജിഹാദിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യുക എന്നതാണ് റമദാനിലേക്ക് ഉള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് സവിശേഷമായി നമ്മൾ നിർവഹിക്കേണ്ടി വരിക. അവരെല്ലാവരും ഉജ്ജ്വലമായ ഈമാൻ കൊണ്ട്, ഈമാനിൽ ഏറ്റവും പ്രധാനം, ഈമാൻ കാര്യങ്ങൾ എത്രയാണ് എന്ന് വിശദീകരിക്കുക നമുക്ക് സാധ്യമല്ല. അത് ധാരാളം കാര്യങ്ങളുണ്ട്. ഈ അഖില പ്രപഞ്ചങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യങ്ങളായി പറഞ്ഞു തന്നിട്ടുള്ള സത്യങ്ങളൊക്കെയും നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിന്റെ എണ്ണം, അതിന്റെ വിശദാംശങ്ങൾ വളരെ വിപുലമാണ്. പക്ഷേ അടിസ്ഥാനപരമായുള്ള വിശ്വാസ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെയും വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്താണ്, വിശ്വാസ കാര്യങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിനുള്ള വിശുദ്ധ ഖുർആനിന്റെയും വിശുദ്ധ ഖുർആൻ മന്ത്രത്തിൽ പണ്ഡിതന്മാരുടെയും മറുപടി അത് തൗഹീദും ആഖിറത്തുമാണ് എന്നതാണ്. ഈ രണ്ട് അതിപ്രധാനമായ വിശ്വാസങ്ങളെ, ആ വിശ്വാസം ഏതളവിൽ നമ്മളിൽ കുടികൊള്ളുന്നു, ഏതളവിൽ അത് നമ്മെ പ്രചോദിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു എന്ന് ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണിത്. അങ്ങനെ ഒരു ഈമാനില്ലാതെ റമദാനിലെ നമ്മൾ അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന സൽക്കർമ്മങ്ങളെ നമുക്ക് ഫലപ്രദമാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ ശക്തമായ ഒരു ഈമാനിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും ആഖിറത്തിനെ കുറിച്ച്, ആഖിറത്തുമായി ബന്ധപ്പെട്ട് ദീൻ പഠിപ്പിച്ചിട്ടുള്ള, ദീൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വിശ്വാസ കാര്യങ്ങളൊക്കെയും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം, ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ശാശ്വതമായ സ്വർഗം, ശാശ്വതമായ നരകം, ഈ രണ്ടാലൊരു ക്ലൈമാക്സിലേക്കാണ് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ കാര്യമാണ്. ആഖിറത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കാത്ത എന്തോ ഒരു വിശ്വാസം എന്നല്ല. പരലോകം എന്നൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനപ്പുറത്ത് പരലോകത്ത് അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നൽ ജന്നത ഹഖ്ഖുൻ വ ഇന്നൻ നാറ ഹഖ്ഖുൻ എന്നത് ദീനിലെ വളരെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളാണ്. സ്വർഗം എന്നത് സത്യം തന്നെയാണ്, നരകം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഈ രണ്ടാലൊരിടത്തേക്കാണ് ഏതൊരു മനുഷ്യന്റെയും ജീവിതം, അയാൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അയാൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും വഴി നടത്തപ്പെടുന്നത് എന്ന കാര്യം വളരെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ നരകമോ അതെന്നെ കൊണ്ടാവില്ല, അതെനിക്ക് താങ്ങാൻ കഴിയുന്നതല്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു മനുഷ്യൻ
തന്റെ ജീവിതത്തിൽ സ്വർഗം ശാശ്വതമായി എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരിടമല്ല. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, നരകത്തിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ എന്ന ഒരു തീരുമാനം ഒരു മനുഷ്യനുണ്ടാവുക എന്നതാണ് അയാളുടെ ഈമാൻ, അയാളിൽ ചെലുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. ആ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അതല്ല നമ്മളിപ്പോഴും സ്വർഗ നരകങ്ങളുടെ കാര്യത്തിൽ, പരലോകത്തെ ഒരു ജീവിതത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ഇങ്ങനെയൊക്കെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇങ്ങനെയൊക്കെ താക്കീതുകളും മുന്നറിയിപ്പുകളും സ്വർഗത്തിന്റെ കാര്യത്തിലും നരകത്തിന്റെ കാര്യത്തിലും നിരന്തരമായി നൽകിയിട്ടും നമ്മളിപ്പോഴും അതിന്റെ കാര്യത്തിൽ സന്ദേഹവാദികളാണോ എന്നത് പരിശോധിക്കേണ്ടുന്ന സമയമാണ്. അള്ളാഹുവിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന് ഏതെങ്കിലും വാഗ്ദാനം നൽകിയിട്ടോ ഏതെങ്കിലും ഗൗരവതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടോ നമ്മളെ പറഞ്ഞു പറ്റിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല എന്ന വിശ്വാസം നമ്മളിൽ മൂലമാണോ? അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതോടൊപ്പം അള്ളാഹനെ വിശ്വസിക്കുക എന്ന് പറയുന്ന ഈമാൻ നമ്മളിൽ സഫലീകരിക്കപ്പെട്ടിട്ടുണ്ടോ, സാധ്യമായിട്ടുണ്ടോ? അതല്ല. അള്ളാഹ് പറയുന്നത് നമ്മൾ സാധാരണ നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹജീവികളെ കുറിച്ച് പറയുന്നത് പോലെ ചിലരെയൊക്കെ നമുക്ക് വിശ്വാസമാണ്, അന്നെനിക്ക് വിശ്വാസമാണ്, അവനെനിക്ക് വിശ്വാസമാണ്, നേരെ തിരിച്ചിപ്പുറത്ത് ഓനെനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് പോലെ ആണോ അള്ളാന്റെ കാര്യത്തിൽ നമുക്കുള്ളത്? അതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈമാനിന് ദൗർബല്യമുണ്ട്. ആ ഈമാൻ കൊണ്ട് ഒരിക്കലും നമുക്ക് ഫലപ്രദമായ ഈ റമളാനിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് സ്വർഗം പറ്റില്ല, സ്വർഗം എനിക്ക് താങ്ങുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുകയും നമ്മളത് പ്രഖ്യാപിക്കുകയും നമ്മളെ തന്നെ നമ്മളത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. എന്ന് മുൻകാല വിശ്വാസി തലമുറകളിൽ ഉള്ള സ്ത്രീകൾക്കുണ്ടായ, വീട്ടിൽ നിന്ന് കുടുംബനാഥനായ ഒരാൾ അന്നം തേടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ പിറകിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ഉപദേശിക്കാൻ മാത്രം സഹാബി വനിതകൾക്ക് അല്ലെങ്കിൽ സലഫ് സ്വാലിഹുകളുടെ തലമുറകളിലെ വനിതകൾക്ക് ഉണ്ടായിരുന്ന ആ ഈമാനെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടുണ്ടാകണം. അവരുടെ ആ സംസാരത്തിന്റെ ആത്മാവെന്താണെന്ന് ചോദിച്ചാൽ സ്വർഗമുറപ്പാണ്, നരകമുറപ്പാണ്. ഞങ്ങൾക്ക് ദുനിയാവിലെന്തും സഹിക്കാൻ കഴിയും, ദുനിയാവിൽ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും, പട്ടിണി കിടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ അള്ളാഹുവിന്റെ നരകം സഹിക്കാൻ ഞങ്ങളെ കൊണ്ടാവുകയില്ല. അതുകൊണ്ട് അന്നം തേടി പോകുമ്പോൾ, സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി വീട്ടിൽ നിന്ന് പോകുമ്പോ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹനെ സൂക്ഷിക്കണം, ഹറാമായതും സമ്പാദിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ തീറ്റരുത് എന്ന് ഉപദേശിക്കാൻ മാത്രമുള്ള, സ്വന്തം കാര്യത്തിൽ ഹലാല് ഹറാമുകളുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ മാത്രമുള്ള സൂക്ഷ്മതയിലേക്ക് നമ്മുടെ ഈമാൻ വളർന്നിട്ടുണ്ടോ എന്നതാണ് ഈ സന്ദർഭത്തിലെ സവിശേഷമായ ചോദ്യം. ആ സൂക്ഷ്മതയുടെ പീക്കിലേക്ക്, അതിന്റെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുക എന്നതുകൂടിയാണ് ഈ റമദാൻ മാസത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടുന്ന ലക്ഷ്യം. ഈമാനാണ് റമദാനിന്റെ മുന്നൊരുക്കമെങ്കിൽ, അല്ലെങ്കിൽ ഈ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിന്റെ മുന്നുപാധി ഈമാനാണെങ്കിൽ, ആ വ്രതാനുഷ്ഠാനം കൊണ്ട് സാധ്യമാകേണ്ടുന്ന, സഫലീകരിക്കപ്പെടേണ്ടുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നരകത്തെ ഭയന്ന് അള്ളാഹുവിന്റെ ഹറാമുകളോട് സൂക്ഷ്മത പുലർത്തുക, അതിനെ അലംഘിക്കാതിരിക്കാനുള്ള സൂക്ഷ്മതയുണ്ടാവുക. നരകം താങ്ങില്ല, നരകം എനിക്ക് പറ്റില്ല എന്ന ഈമാനിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സ്വർഗം കിട്ടിയേ പറ്റൂ. കാരണം സ്വർഗമോ നരകമോ ഇതല്ലാത്ത രണ്ടല്ലാത്ത മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ശാശ്വതമായ പരലോക ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ നമുക്ക് അവസരം കിട്ടുന്നു എന്ന് കൂടിയായിരിക്കും. അതുകൊണ്ട് സ്വർഗം കിട്ടിയേ പറ്റൂ എന്ന് തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി ആ സ്വർഗപ്രവേശം സാധ്യമാക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ, ജീവിതത്തിന്റെ മുമ്പിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന ചെറുതോ വലുതോ ആയ ഏതവസരവും ഇതെന്റെ സ്വർഗത്തിന്റെ അവസരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള, അങ്ങനെ തീരുമാനിച്ച് ആ സൽക്കർമ്മത്തിനുള്ള അവസരം പാഴാക്കാതെ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ജാഗ്രത, ഈ രണ്ട് ജാഗ്രതകളും, ഈ രണ്ട് സൂക്ഷ്മതകളും കൂടിച്ചേർന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ബൃഹത്തായ സാങ്കേതിക ശബ്ദമായ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തെ ആഗ്രഹിച്ച്, സ്വർഗത്തെ കൊതിച്ച് അത് കിട്ടിയേ പറ്റൂ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളെയും
വളരെ സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, ഗൗരവത്തോടെ ഉപയോഗിക്കുന്നതിന്റെ പേരാണ് തഖ്വ എന്ന് പറയുന്നത്. നരകം എനിക്ക് പറ്റുകയില്ല, ഈ സാധുവായ ശരീരവും മനസ്സും ധൈര്യവും വെച്ചിട്ട് അള്ളാന്റെ നരകത്തെ അഭിമുഖീകരിക്കാനുള്ള ശേഷി എനിക്കുണ്ടാവുകയില്ല എന്ന ഉറപ്പിൽ നിന്ന്, എന്ന ബോധ്യത്തിൽ നിന്ന്, അതുകൊണ്ട് സ്വർഗം എനിക്ക് വേണ്ട, സ്വർഗത്തിലേക്ക് നയിക്കുന്ന എല്ലാതരം തിന്മകളിൽ നിന്നും അതുകൊണ്ട് ഞാൻ വിട്ടകന്ന് നിൽക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കുണ്ടാകുന്ന സൂക്ഷ്മത, ഈ രണ്ട് സൂക്ഷ്മതകളും ചേർന്നതിനെയാണ് ഇസ്ലാമികമായി തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയിലേക്ക് നമ്മൾ ഏറ്റവും അതിന്റെ ഉന്നതമായ വിധാനത്തിലേക്ക് നമ്മെ വളർത്താനുള്ളതാണ് റമദാൻ. അങ്ങനെ നമ്മെ സംസ്കരിക്കാനുള്ളതാണ് റമദാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യം. ഇത് മുഖവിലക്കെടുക്കുക എന്നതാണ് റമദാനുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം. റമദാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതേത് രീതിയിൽ ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. തുടർന്നുള്ള ആയത്തുകൾ അതിലേക്ക് സൂചനകൾ നൽകുന്നതാണ്. സമയ പരിമിതി കൊണ്ട് അത് അടുത്ത ഒരു ഖുതുബയിൽ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിന് മുന്നോടിയായി ആ റമദാനിനെ ഏറ്റവും ഫലപ്രദമാക്കി തീർക്കാൻ കഴിയും വിധം ഈമാനികമായ മുന്നൊരുക്കം നടത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിലെ പ്രധാനുഷ്ഠാനം കൊണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു എന്ത് മഹത്തായ നേട്ടമാണോ, എന്ത് മഹത്തായ മസ്ലഹത്താണോ നമുക്ക് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, തഖ്വ എന്ന ആ മഹാനേട്ടം ഈ റമദാനിലൂടെ സ്വായത്തമാക്കാനും അത് നമ്മുടെ ഇഹപര ജീവിതങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കി തീർക്കാനും ഉള്ള തൗഫീഖ്, തുണ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم بارك لنا فيما بقي من شعبان وبلغنا شهر رمضان. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن وصالح الأعمال يا أرحم الراحمين. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المجاهدين في الضفة الغربية. اللهم انصرهم أجمعين واهزم أعداءهم أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.